ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ഫെഡറേഷൻ താരങ്ങളെ തോൽപ്പിക്കുന്നു എന്ന കോടതി. PU ചിത്ര ഫയൽ ചെയ്ത കോടതിയലക്ഷ്യ കേസിലാണ് ഹൈക്കോടതിയുടെ പരാമർശം. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, PU ചിത്രയുടെ വിഷയത്തിൽ കോടതിയുടെ നിലപാടിനെ മറികടക്കാനുള്ള ശ്രമത്തെ എങ്ങനെയാണ് കോടതി കാണുന്നത്? അജിംഷാദ്, ചിത്രയെ ഒഴിവാക്കിയതിൽ അത്ലറ്റിക് ഫെഡറേഷനെതിരായ ഒരു കോടതിയലക്ഷ്യ കേസാണുള്ളത്. അതിന്റെ വാദം ഇന്ന് തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ കേസ് സിംഗിൾ ബെഞ്ച് പരിഗണിച്ചിരുന്നു. കോടതിയലക്ഷ്യ കേസ് ആയതുകൊണ്ട് തന്നെ അത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന് കൈമാറുകയായിരുന്നു. ഇന്ന് രാവിലെ അതിൽ വാദം തുടങ്ങി. വാദം തുടങ്ങിയപ്പോൾ തന്നെ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്ന് അതിനിശ്ചിതമായ വിമർശനമാണ്, വാക്കാൽ പരാമർശങ്ങളാണ് അത്ലറ്റിക് ഫെഡറേഷൻ അഭിഭാഷകന് നേരിടേണ്ടി വരുന്നത്. ഇന്ത്യൻ താരങ്ങൾ മീറ്റിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ ഫെഡറേഷൻ അവരെ തോൽപ്പിക്കുകയാണെന്ന് കോടതി പറഞ്ഞു. ഇത് ഇവിടെ മാത്രമേ നടക്കൂ. ഏഷ്യൻ ചാമ്പ്യനെ എന്തിനാണ് നിങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നത് എന്ന് കോടതി ചോദിച്ചു. ഗുണ്ടൂർ മീറ്റിൽ ചിത്രയുടെ പ്രകടനം പോരാ എന്ന ഫെഡറേഷന്റെ നിലപാട് ഫ്യൂഡലിസ്റ്റ് നിലപാടാണ് എന്നാണ് കോടതി പറഞ്ഞത്. ഏതായാലും അതിനിശ്ചിതമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോഴും വാദം പുരോഗമിക്കുന്നു. നിങ്ങളുടെ ആളുകളെ രാജ്യത്ത് തന്നെ പരാജയപ്പെടുത്തുന്നു എന്ന ഒരു പരാമർശവും കോടതി ഭാഗത്തു നിന്നുണ്ടായി. ഇന്ത്യക്കാരുടെ പ്രധാന കുഴപ്പം ഇതാണ് എന്നാണ് കോടതി പറഞ്ഞത്. ഫെഡറേഷൻ നൽകിയ വിശദീകരണത്തിൽ കോടതി കടുത്ത അതൃപ്തി വാക്കാൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. സർക്കാരാണ് പണം മുടക്കുന്നത്, നിങ്ങൾ എന്തിന് ഈ കായിക താരങ്ങളെ നിരുത്സാഹപ്പെടുത്തണം, എന്തിനാണ് ഏഷ്യൻ ചാമ്പ്യനെ ഒഴിവാക്കിയത്, ചിത്ര ഈ സീസണിലെ ചാമ്പ്യനാണ് എന്നൊരു വാക്കാൽ പരാമർശം വരെ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഏതായാലും വാദം പുരോഗമിക്കുകയാണ്. ശരി സാലി, ഒരുപക്ഷെ അതായത് PU ചിത്രയുടെ വിഷയത്തിൽ ഇത്രയേറെ കോടതി വിധി അനുകൂലമായിട്ട് പോലും അതിനെ തടസ്സപ്പെടുത്തിയ വിവരങ്ങൾ, അതായത് പീപ്പിൾ TV അന്ന് നടത്തിയ അന്വേഷണത്തിൽ ബോധ്യമായ കാര്യം, ഫെഡറേഷൻ ഇത്രേ ജാഗ്രതായി പ്രവർത്തിക്കേണ്ട നിമിഷങ്ങളിൽ പോലും ഓഫീസിൽ ആരുമില്ലാതിരുന്ന അവസ്ഥ, അതായത് ബോധപൂർവം കോടതിയുടെ വിധി അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശം മറികടക്കാനുള്ള ചില തന്ത്രങ്ങൾ അവിടെ പ്രയോഗിച്ചതായി കാണുന്നു. ഒരുപക്ഷെ ഇന്ന് നടക്കുന്ന കോടതി അലക്ഷ്യ ഹർജിയിൽ അല്ലെങ്കിൽ കോടതി അലക്ഷ്യ ഹർജിയുമായി ബന്ധപ്പെട്ട വാദത്തിൽ ഇതൊക്കെ പരാമർശിക്കപ്പെടില്ലേ? ഒരുപക്ഷെ കായിക ഇന്ത്യയെ സംബന്ധിച്ച് ഫെഡറേഷൻ നടത്തുന്ന മുഴുവൻ കാര്യങ്ങൾക്കും പുറത്തേക്കെത്താനുള്ള സൂചകമായി പ്രവർത്തിക്കുന്ന തരത്തിലേക്കല്ലേ കാര്യങ്ങൾ വികസിക്കുക? ഇങ്ങനെ പോവുകയാണ്. കോടതി അലക്ഷ്യ ഹർജി പരിഗണിച്ച വേളയിലും ഫെഡറേഷൻ അത്തരമൊരു നിലപാട് സ്വീകരിച്ചു. കാരണം എങ്ങനെയാണ് സുധാ സിംഗ് പട്ടികയിൽ ഇല്ലാതിരുന്ന സുധാ സിംഗ് എങ്ങനെ കയറിക്കൂടി തുടങ്ങിയ ചോദ്യങ്ങൾ ഉടൻ വിശദീകരിക്കണം, ഒരു സത്യവാങ്മൂലമായി സമർപ്പിക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇത്ര ദിവസമായിട്ടും അക്കാര്യത്തിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാനോ ഒരു വിശദീകരണം സമർപ്പിക്കാനോ ഫെഡറേഷൻ തയ്യാറായിട്ടില്ല. അതാണ് കോടതി ഇത്രമേൽ രൂക്ഷമായ വിമർശനം നടത്താൻ ഒരു കാരണം. ഏതായാലും കോടതിയെ പോലും ഹൈക്കോടതിയെ പോലും മുഖവിലക്കെടുക്കാനോ പരിഗണിക്കുന്ന സാഹചര്യമോ ഫെഡറേഷൻ അധികാരികളുടെ ഭാഗത്തു നിന്നില്ല എന്നുള്ളതാണ് ഈ നിലപാട് വ്യക്തമാക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് കൂടിയാവണം ഹൈക്കോടതി അതിനിശ്ചിതമായ വിമർശനം ഈ അത്ലറ്റിക് ഫെഡറേഷനെതിരെ ഉയർത്തിയിരിക്കുന്നത്. ഏതായാലും വാദം നടക്കുകയാണ്. സ്വാഭാവികമായും കോടതി അലക്ഷ്യ ഹർജി എന്ന നിലയ്ക്ക് അത് ഇനി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് തന്നെയാണ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത് സിംഗിൾ ബെഞ്ച് വാദം കേട്ടിരുന്നു. അതിനുശേഷം ഈ കേസിൽ സിംഗിൾ ബെഞ്ച് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കോടതിയലക്ഷ്യ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ഡിവിഷൻ ബെഞ്ചിന് കൈമാറിയിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് സ്വാഭാവികമായും ഇനി സംഭവിക്കാൻ പോകുന്നത് ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ കേരള ഹൈക്കോടതിയിൽ നിന്ന് വരാൻ പോകുന്നത് വലിയ നിയമപ്രശ്നങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം കോടതി നൽകിയ ഉത്തരവ് നടപ്പിലാക്കാൻ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ തയ്യാറായിട്ടില്ല. ഒരു വിശദീകരണം പോലും ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ശരി സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. PU ചിത്ര സമർപ്പിച്ച കോടതി അലക്ഷ്യ ഹർജിയിൽ വാദം പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.